ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്ത വരുന്നത് നെന്മാറ പോത്തുണ്ടി മാട്ടായിയിൽ ചെന്താമരയെ കണ്ടതായുള്ള നാട്ടുകാരുടെ വിവരമാണ്. പ്രദേശത്ത് നാട്ടുകാരുടെ തിരച്ചിൽ നടക്കുന്നു. അതിനിടെ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് നെന്മാറ SHOയ്ക്ക് സസ്പെൻഷൻ. പ്രസാദ് ഒരുമിച്ചുണ്ട്. പ്രസാദ്, വിവരങ്ങൾ. ലക്ഷ്മി, ഇപ്പോൾ നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ തന്നെ ചെന്താമര ഈ പരിസരത്തായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. തരത്തിലുള്ള വിവരമാണ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ചെന്താമരയെ ആ പ്രദേശത്ത് കണ്ടു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. നാട്ടുകാർ കൂടി തെരച്ചിൽ നടത്തുകയാണ്. പ്രസാദ്, ഈ നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ എത്തി വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണോ? അവിടെ വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ്. കാരണം ഇന്നലെയും ഇതുപോലെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ ചെന്താമരയെ അതിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് ആ കൊലപാതകം നടന്നതിന്റെ പരിസരത്ത് വെച്ച് തന്നെ ആദ്യം കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. പക്ഷേ അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ചാട്ടുമല എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്താമരയെ കണ്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരും എല്ലാം തന്നെ അവിടെ ഇപ്പോൾ സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. ഈ രാത്രി ചെന്താമരയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. പ്രസാദ്, ഈ പ്രദേശത്ത് ഈ പോത്തുണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ പോലീസ് ഡ്രോൺ പരിശോധന അടക്കം നടത്തിയിരുന്നതല്ലേ? രശ്മി, നേരത്തെ തന്നെ, അതായത് ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഇല്ല എന്നതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ കൂടുതൽ 100 പേരടങ്ങുന്ന പോലീസ് സംഘത്തെ സ്ഥലത്തെത്തിച്ച് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആ വനമേഖലയിലൊട്ടാകെ തെരച്ചിൽ നടത്തി പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു നിർണായക വിവരമാണ് പോലീസിനും നാട്ടുകാർ മുഖേന കിട്ടിയിട്ടുള്ളത്. ആ പ്രദേശത്ത് ഇയാളെ ചെന്താമരയെ കണ്ടു എന്നുള്ളതാണ് എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഈ പ്രതിയെ. ഇത് വനമേഖലയാണോ? ഇയാളെ കണ്ടെന്ന് പറയുന്ന സ്ഥലം വനമേഖലയാണോ? ഇത് വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഏതായാലും അവിടെ വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. ആ പരിസരത്ത് തന്നെ ചെന്താമരയുണ്ട് എന്നുള്ള ധാരണയിലാണ് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഉള്ളത്. ചെന്താമരയെ നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ പോത്തുണ്ടിയിൽ കണ്ടു എന്ന നാട്ടുകാരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ കൃത്യം നടന്ന സമയം മുതൽ തന്നെ അന്വേഷണ സംഘം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾ ഒരു പരിധിയിൽ കൂടുതൽ സഞ്ചരിക്കാനുള്ള ഇടയില്ല, ഈ പരിസരത്ത് തന്നെ ചെന്താമര ഉണ്ടാകും എന്ന തരത്തിൽ അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു 4 മണിയോട് കൂടി ഇയാളുടെ ഫോൺ ഈ തിരുവമ്പാടി ഭാഗത്ത് ഓണായി എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നു. പിന്നീട് അവിടെ പോലീസ് അന്വേഷിക്കുന്നു. പക്ഷേ അവിടെ ചെന്താമര ഇല്ല എന്നൊരു സ്ഥിരീകരണവുമായിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ചെന്താമരയെ പോത്തുണ്ടിയിൽ കണ്ടു എന്നുള്ള നാട്ടുകാരുടെ വിവരമാണ്. ഈ ചെന്താമര ഓടി മറിഞ്ഞതായി കണ്ടതായി നാട്ടുകാർ പറയുന്നു.